പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമാം കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമാം കയ്യിൽ തന്നിടുന്നു. എല്ലാം ഞാനേകിടും മാനസദേഹം ഗീതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. എല്ലാം ഞാനേകിടും മാനസദേഹം ഗീതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമാം നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമാം നിൻ കയ്യിൽ തന്നിടുന്നു. പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ. പോകട്ടെ നാടെങ്ങും ഞാൻ നിൻ നാമം ഘോഷിക്കുവാൻ. പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ. പോകട്ടെ നാടെങ്ങും ഞാൻ നിൻ നാമം ഘോഷിക്കുവാൻ. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമാം നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമാം നിൻ കയ്യിൽ തന്നിടുന്നു. ഹല്ലേലൂയ, മഹത്വം സ്തോത്രമെൻ രക്ഷകന്. ഹല്ലേലൂയ, കീർത്തനം പാടും ഞാൻ കർത്താവിന്. ഹല്ലേലൂയ, മഹത്വം സ്തോത്രമെൻ രക്ഷകന്. ഹല്ലേലൂയ, കീർത്തനം പാടും ഞാൻ കർത്താവിന്. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമാം നിൻ കയ്യിൽ തന്നിടുന്നു. 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 സദൃശവാക്യങ്ങൾ 23-ന്റെ 24-ാമത്തെ വാക്യം.
നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും, ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. അപ്പനെ സന്തോഷിപ്പിക്കുന്ന മക്കളാകാം എന്നൊരു വിഷയമാണ് ഈ വാക്യത്തെ ആധാരമാക്കി നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കൂടപ്പിറപ്പുകളെ, ഏവരും സുഖപ്പെട്ടിരിക്കുന്നു, വിശ്വാസത്തിൽ ഉറച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും മാറ്റങ്ങൾക്കും കാരണമായി തീരട്ടെ. പ്രിയരെ, അമ്മയപ്പന്മാരുടെ സന്തോഷം മക്കൾക്ക് വലിയ പ്രാധാന്യമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവചനം പഠിപ്പിക്കുന്നത് അപ്പൻ്റെ സന്തോഷവും അപ്പൻ്റെ ഭവനത്തിലെ ആനന്ദവും ഏറെ പ്രാധാന്യമുള്ളത് ആണ് എന്നുള്ള കാര്യമാണ്. അപ്പൻ്റെ സന്തോഷത്തിനും അപ്പൻ്റെ വീട്ടിലെ ആനന്ദത്തിനും വില കൽപ്പിക്കുന്ന മക്കൾ ഉള്ള വീട് അനുഗ്രഹിക്കപ്പെട്ടതും ആ വീട്ടിലെ മക്കൾ ഏറെ ഭാഗ്യമുള്ളവരും ബഹുമാന്യരുമായിരിക്കും. മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് അപ്പൻ്റെ സന്തോഷം. അപ്പനെ സന്തോഷിപ്പിക്കണമെന്നത് മക്കളുടെ ലക്ഷ്യവുമായിരിക്കണം. സദൃശവാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ, നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. പ്രിയ ദൈവം നമ്മുടെ പിതാവെന്ന നിലയിൽ തൻ്റെ മക്കളിൽ സന്തോഷിക്കുവാനുള്ള അവകാശം പിതാവാം ദൈവത്തിനുണ്ട്. നാം നമ്മുടെ പിതാവാം ദൈവത്തിന് സന്തോഷമേകുന്ന മക്കളായി തീരണം. നമ്മുടെ ഭൗതിക സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പിതാവാം ദൈവത്തിന് സന്തോഷം എന്ന് മറന്നു പോകരുത്. മറിച്ച് നമ്മുടെ ആത്മീയ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മക്കൾ സത്യത്തിൽ നടക്കുന്നത് അപ്പന് ഏറെ സന്തോഷമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരുവൻ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. തൻ്റെ പ്രിയനായിരിക്കുന്ന ഗായോസിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 3 യോഹന്നാന്റെ ലേഖനത്തിൽ കാണുന്നു: സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. നാം സ്വർഗീയ പിതാവിനെയും ഭൂമിയിലുള്ള ആത്മീയ പിതാക്കന്മാരെയും ജന്മം നൽകിയ മാതാപിതാക്കന്മാരെയും സന്തോഷിപ്പിക്കുന്നവരാകുക എന്നുള്ളത് ദൈവവചനം നമുക്ക് നൽകിത്തരുന്ന ശക്തമായ ആഹ്വാനമാണ്. മക്കൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള വഴിയാണ് അപ്പനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. സത്യത്തിൽ നടക്കുന്നവരായാൽ അതിന് ഇടയായിത്തീരും. ദാവീദ് എന്ന അപ്പൻ ശലോമോൻ എന്ന മകനോട് പറഞ്ഞു കൊടുത്തത്: നീ ജ്ഞാനം സമ്പാദിക്കുന്നത് പോലെ തന്നെ സത്യവും സമ്പാദിക്കണം എന്നുള്ളതാണ്. സത്യത്തെ സമ്പാദിക്കുന്നവൻ ഏറെ വില കൊടുക്കേണ്ടി വരും. ചതിയും വഞ്ചനയും കളവും ഒക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ കാപട്യവും കച്ചവടവും ആത്മീയ ഗോളത്തിലും ചാഞ്ചാടിക്കളിക്കുന്ന ഈ കാലത്തിൽ പ്രിയരെ, ദൈവത്തിൻ്റെ മക്കളെന്ന വിശേഷ പദവി അലങ്കരിക്കുന്നവർ സത്യം വാങ്ങുന്നവരായിരിക്കണം. ഏറ്റവും ശ്രമകരവും ത്യാഗവും സഹിച്ചെങ്കിലേ നമുക്ക് സത്യം വാങ്ങുവാനും സത്യത്തിൽ നടക്കുവാനും ഒക്കുകയുള്ളൂ. ഒരിക്കൽ സത്യത്തിലേക്ക് വന്നിട്ട് സത്യത്തിൽ നടന്നു തുടങ്ങിയിട്ട് അത് വിട്ടുമാറിപ്പോകരുത്. ഏത് സാഹചര്യം വന്നാലും വിട്ടുമാറരുത്. സത്യത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. സത്യത്തെ ബലി കൊടുക്കരുത്. അങ്ങനെ ആയാൽ സത്യത്തെ വിട്ടുകളഞ്ഞവർ എന്ന പേർ വന്നു ചേരും. ദൈവമക്കൾ സത്യം വിറ്റുകളഞ്ഞാൽ ആത്മീയ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്തിയവർ എന്ന് തെളിയിക്കുന്നവരായിത്തീരും. പ്രിയരെ, നാം അപ്പനെ സന്തോഷിപ്പിക്കുന്നവരാണോ? മകനെ, എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറയേണ്ടതിന് നീ ജ്ഞാനിയായി എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക എന്ന് സദൃശ്യവാക്യങ്ങളിൽ വായിക്കുന്നു. പിതാവാം ദൈവം നമ്മിൽ നിന്നും സന്തോഷം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സന്തോഷത്തിന് കുറവൊന്നും ഉണ്ടായിട്ടല്ല, എന്നാൽ നാം അനുഗ്രഹിക്കപ്പെടേണ്ടതിന്,
നമ്മിൽ നിന്ന് സന്തോഷം ദൈവം ചോദിക്കുന്നു. ദൈവിക സ്വഭാവത്തിൻ്റെ പ്രതിരൂപം നമ്മിൽ കാണപ്പെടുമ്പോൾ പ്രിയരെ, പിതാവാം ദൈവം സന്തോഷിക്കുകയാണ്. ക്രിസ്തുയേശുവിൻ്റെ ഭാവം നമ്മിൽ ഉണ്ടാകുമ്പോൾ ദൈവം എത്ര സന്തോഷിക്കുന്നുവെന്നോ. നമ്മുടെ ജഡത്തിൽ നാം ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ സന്തോഷം എത്രയും അധികമായിരിക്കും. അപ്പനെ വെളിപ്പെടുത്തുന്ന, അപ്പൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന, അപ്പനെ അപമാനിക്കാത്ത, അപ്പൻ്റെ ഭവനത്തിന് മാനക്കേട് വരുത്താത്ത, ആത്മീക മൂല്യങ്ങളുള്ള, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന മക്കളായി പ്രിയരെ നാം ഓരോരുത്തരും ജീവിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും. പുത്രനാം ക്രിസ്തുയേശുവിൽ കൂടിയുള്ള രക്ഷ സ്വീകരിക്കുകയും ദൈവിക ശിക്ഷണത്തിന് ഹൃദയപൂർവ്വം കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ നാം പുത്രനാം ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരുന്നതിനാൽ പിതാവാം ദൈവം ഏറെ സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. നമ്മുടെ ലക്ഷ്യം നമ്മുടെ സ്വർഗീയ പിതാവിനെ സന്തോഷിപ്പിക്കുക, സ്വർഗീയ ഭവനത്തിന് ആനന്ദമുളവാക്കുക എന്നുള്ളതായിരിക്കട്ടെ. പ്രിയരെ, വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ കൂടി ലോകത്തിന് വെളിപ്പെടുത്തുന്നവരായി പിതാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നടന്ന് പിതാവിനെ സന്തോഷിപ്പിക്കുന്ന പ്രിയ മക്കളായി ജീവിക്കുവാൻ ശക്തമായി പോരാടുക, പരിശ്രമിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കേൾക്കപ്പെട്ട, ഞങ്ങൾ ചിന്തിച്ച, ധ്യാനിച്ച തിരുവചനത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് പിതാവിനെ സന്തോഷിപ്പിക്കുന്ന മക്കളായി, സത്യത്തിൽ നടക്കുന്ന മക്കളായി, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തന്നെ ജീവിക്കുവാൻ, ഞങ്ങളുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് പകലിൽ ചില മറുപടികളും വിടുതലുകളും പ്രാപിച്ച് ദൈവസന്നിധിയിൽ കർത്താവെ ഞങ്ങൾ സന്തോഷിച്ച് ദൈവത്തെ ആരാധിക്കുവാനും ഇടയാക്കണമേ. ദൈനംദിനം വചനം കേട്ട് അതിന് പ്രകാരം ജീവിതം നയിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ കൃപയാൽ നിറച്ചാട്ട് ആത്മാവിൻ്റെ ശക്തി ഓരോരുത്തരുടെ മേലും പകർന്നു കൊടുക്കണം. ഞങ്ങളുടെ കൂട്ടായ്മയെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. കർത്താവ് ഞങ്ങൾ നിമിത്തം അനേകം സത്യം അറിയുവാൻ ഇടയാക്കണം. മഹത്വം അങ്ങയ്ക്കപ്പച്ച സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. കർത്താവേ
എന്നെ